നേന്ത്രപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാം. പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ശർക്കര, 2-3 പച്ചമുളക്, 1 കൊത്ത് കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. 1 പിടി തേങ്ങ, 1/2 സ്പൂൺ ജീരകം, വെള്ളം ഒഴിച്ച് അത് അടിച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ജാറും കൂടെ കഴുകിയ വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കുക. ഇത് തിളച്ച് വന്നാൽ ഓഫ് ചെയ്യാം. അരപ്പ് പകുതി തണുത്താൽ 1 കപ്പ് തൈര് കൂടെ ഒഴിച്ച് ഇളക്കി ഇനി താളിച്ചൊഴിക്കാം. എണ്ണ, കടുക്, ചെറിയ ഉള്ളി, 2-3 വറ്റൽമുളക്, കറിവേപ്പില. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേന്ത്രപ്പഴം പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.